ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്ലോ ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ആപ്പിളിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ പ്രൊഡക്ഷനെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോയും ഈ ആപ്പിൾ തരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിൽ ധാരാളം അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനും ക്ലിയർ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് എല്ലാ സെല്ലിലേക്കുമുള്ള ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ നൽകാൻ ഇത് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സൺ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ക്യാരറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡൾനെസ് ഒക്കെ കുറക്കാൻ ഈ ക്യാരറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊമോഗ്രാനറ്റ് ആണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള പൊമോഗ്രാനറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊമോഗ്രാനറ്റിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ എൻഹാൻസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യാനും പൊമോഗ്രാനറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പൊമോഗ്രാനറ്റ് നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ജിഞ്ചറാണ്. അപ്പോൾ ഈ ജിഞ്ചറിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ആക്നേസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ജിഞ്ചർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്ത് നമുക്കൊരു ഹെൽത്തി ഗ്ലോ തരാനും ജിഞ്ചർ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊമോഗ്രാനറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ പീസസും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ഐസ് ട്രേ വെച്ചിട്ട് അതിലോട്ടേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ക്യൂബ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ ഇതുപോലെ ഒന്നിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിത് എന്നും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഹെൽത്തി ഗ്ലോ ഡ്രിങ്ക് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.